ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യത്തെ ബി.ജെ.പി. മുഖ്യമന്ത്രിയാണ് സുവേന്ദു. ഇന്ന് നടന്ന ബി.ജെ.പി. നിയമസഭാ കക്ഷി യോഗത്തിലാണ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന് സിപിഐ, സിപിഎം, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പിക്കാൻ ടി.വി.കെയ്ക്കായി. ബി.സി.കെയും പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. 5 എം.എൽ.എമാരുള്ള കോൺഗ്രസ് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ടി.വി.കെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ലോക്ഭവനിൽ ഗവർണറെ കാണും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഞായറാഴ്ച പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എ തുടർച്ചയായ 3ാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. DRDOയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി വികസിപ്പിച്ച ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ താരയുടെ ആദ്യ പറക്കൽ പരീക്ഷണം ഒഡീഷ തീരത്ത് വിജയകരമായി നടന്നു. താരയുടെ വിജയത്തിനായി പ്രവർത്തിച്ച DRDO, IAF, DCPP സംഘങ്ങളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ആയുധങ്ങളെ കൂടുതൽ ദൂരങ്ങളിൽ നിന്നുപോലും വളരെ കൃത്യമായി ലക്ഷ്യങ്ങളിൽ എത്തിക്കുകയാണ് താരയുടെ ലക്ഷ്യം. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് ഇന്ന് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, സ്റ്റേഷൻ കമാൻഡർ, കമാൻഡിംഗ് ഓഫീസർമാർ, മദ്രാസ് റെജിമെന്റിലെയും ഗർവാൾ റെജിമെന്റിലെയും സൈനികർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. യുവജനങ്ങൾക്കിടയിലെ ബന്ധം, സാംസ്കാരിക സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി. കോൺഗ്രസ് എം.പി. ശശി തരൂരിന്റെ പേരിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകൾ നീക്കം ചെയ്യാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. തരൂർ പാകിസ്ഥാനെ പ്രകീർത്തിക്കുന്നതായി തെറ്റായി ചിത്രീകരിക്കുന്ന വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നടപടി. തരൂരിന്റെ അവകാശങ്ങളും പ്രശസ്തിയും സംരക്ഷിക്കുന്നതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. കുടിവെള്ളക്ഷാമം രൂക്ഷമായ കോട്ടയം ഐമനം പഞ്ചായത്തിലെ 20ാം വാർഡിൽ സ്വകാര്യ വ്യക്തി ജലനിധി പൈപ്പിൽ നിന്ന് കണക്ഷനെടുത്ത് അനധികൃതമായി വെള്ളം സംഭരിക്കുന്നതായി കണ്ടെത്തി. ഇതേ തുടർന്ന് ഈ കണക്ഷൻ അധികൃതർ വിച്ഛേദിച്ചു. 1 മാസത്തോളമായി 20ാം വാർഡിൽ ജലനിധിയിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരുന്ന വെള്ളം ലഭിക്കുന്നില്ലെന്ന പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് വിവരം പുറത്തുവന്നത്. ആകാശവാണിയുടെ 90ാം വാർഷികത്തോട് അനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. പ്രസാർ ഭാരതി CEO ഗൌരവ് ദ്വിവേദിയും ആകാശവാണി ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിനും ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഒഡീഷയുടെ ജയം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഡൽഹി 14 ഓവറിൽ 5 വിക്കറ്റിന് 90 റൺസ് എന്ന നിലയിലാണ്. എരുമേലി ചരളയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 2 പേർക്ക് പരിക്ക്. കൊരട്ടി ആലക്കാപ്പറമ്പിൽ AJ സുരേഷ്, എരുമേലി തെങ്ങുംതോട്ടത്തിൽ റഹ്മത്തുള്ള എന്നിവരാണ് മരിച്ചത്. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.